വെൽക്കം ടു സയൻസ് വേൾഡ്. ഇത് ഫിസിക്സ് സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. CBSE സ്റ്റേറ്റ് സിലബസുകളിലെ ഫിസിക്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററാണ്. CBSE ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററാണ് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഈ ഒരു ചാപ്റ്ററിൽ ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസായ റിഫ്ലക്ഷനെ കുറിച്ചും റിഫ്രാക്ഷനെ കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും മാത്രമല്ല, ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാവുന്ന കുറച്ച് ഒപ്റ്റിക്കൽ ഫിനോമിനൻസ് ആയ ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസ്, ഇമേജ് ഫോർമേഷൻ ബൈ മിറേഴ്സ്, ഇതും നമ്മൾ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബിഫോർ വി എക്സ്പ്ലെയിൻ reflection or refraction, we have to know about light, or we have to define light. ലൈറ്റിന് ഒരുപാട് ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഈ ചാപ്റ്ററിന് ലൈറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ മാത്രമേ വേണ്ടൂ. ലൈറ്റിൻ്റെ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ എന്താണ്? ലൈറ്റിൻ്റെ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ, ലൈറ്റ് is something that makes things visible. Light is something that makes things visible. തിങ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ വിസിബിൾ ആക്കുന്നത് എന്താണോ അതാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിനെ വിസിബിൾ ആക്കുന്നത് എന്താണോ അതാണ് ലൈറ്റ്. ലൈറ്റ് ഈസ് സംതിങ് ദാറ്റ് മേക്സ് തിങ്സ് വിസിബിൾ. ഫോർ എക്സാമ്പിൾ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഒബ്സർവറിൻ്റെ കണ്ണിലെത്തുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. ഒരു ഇൻസിഡൻറ്റ് റേ ഒബ്ജക്റ്റിൽ ഇൻസിഡൻറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് ഒബ്സർവറിൻ്റെ കണ്ണിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റൂ. ഓക്കെ, ദെൻ കൺസിഡർ ഈ ഡാർക്ക് റൂം. ഒരു ഡാർക്ക് റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റാത്തത്? ഒബ്ജക്റ്റിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യാൻ എന്തില്ല അവിടെ? ലൈറ്റ് ഇല്ല. ഒരു ഡാർക്ക് റൂമിൽ ഒബ്ജക്റ്റിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യാൻ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് വേണം? ലൈറ്റിൻ്റെ പ്രസൻസ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ലൈറ്റിനെ? ലൈറ്റ് ഈസ് സംതിങ് ദാറ്റ് മേക്സ് തിങ്സ് വിസിബിൾ. ലൈറ്റ് ഈസ് സംതിങ് ദാറ്റ് മേക്സ് തിങ്സ് വിസിബിൾ. ലൈറ്റിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലൈറ്റ് സീംസ് ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് സീംസ് ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് എന്ത് ചെയ്യുക? ട്രാവൽ ചെയ്യുക. ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നത്. ലൈറ്റ് സീംസ് ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, light is something that makes things visible. Light seems to travel in a straight line. Clear ആയി എന്ന് വിചാരിക്കുന്നു. Then, based on the transmission of light, there are two types of medium. First one, transparent medium. Second one, opaque medium. Object which allow light to pass through it. Object which allow light to pass through it is called a transparent object or transparent medium. ലൈറ്റ് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പാരൻറ്റ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്ലാസ്. ഓക്കെ, ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് അലോ light to pass through it called opaque object or opaque medium. ഈ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് കടത്തിവിടാത്ത ഒബ്ജക്ട്സ് ആണ് ഒപ്പാക്ക് ഒബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ, വുഡ്, വാൾ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും.
ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിന് എക്സാമ്പിളാണ് ഗ്ലാസ്. എക്സാമ്പിളായിട്ട് നമ്മളൊരു ഗ്ലാസ് വിൻഡോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് വിൻഡോയുടെ ഒരു വശത്തുള്ള വസ്തുവിനെ മറ്റൊരു വശത്ത് നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് കാണാൻ പറ്റും? ആ ഗ്ലാസ് വിൻഡോയിലൂടെ ഈസി ആയിട്ട് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യും? ലൈറ്റ് റേ ട്രാൻസ്മിറ്റ് ചെയ്യും. അത്തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ദെൻ കൺസിഡർ എ കോൺക്രീറ്റ് വോൾ. ഒരു കോൺക്രീറ്റ് വോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റ് വോളിൻ്റെ ഒരു സൈഡിൽ ഉള്ള വസ്തുവിനെ മറ്റൊരു സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? കോൺക്രീറ്റ് വോൾ എന്ത് കടത്തിവിടില്ല? ലൈറ്റ് റേ കടത്തിവിടില്ല. ബിക്കോസ് കോൺക്രീറ്റ് വോൾ ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്. ലൈറ്റിനെ കടത്തിവിടാൻ കഴിവില്ലാത്ത ഒബ്ജക്റ്റാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അടുത്ത ഫസ്റ്റ് ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ. വാട്ട് ഈസ് റിഫ്ലക്ഷൻ? എന്താണ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ഫോൾസ് ഓൺ എ സ്മൂത്ത്ലി സർഫേസ് is called reflection. Bouncing back of light ray when it falls on a smoothly surface is called reflection. ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിൽ ലൈറ്റ് റേ തട്ടി തിരിച്ചെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ഫോൾസ് ഓൺ എ സ്മൂത്ത്ലി സർഫേസ്. ഒരു സ്മൂത്ത്ലി സർഫേസിൽ ലൈറ്റ് റേ തട്ടി തിരിച്ചെത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്മൂത്ത്ലി സർഫേസ് ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? സ്മൂത്തായിട്ടുള്ള സർഫേസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആ സർഫേസിൽ തട്ടി ലൈറ്റ് റേ തിരിച്ചു പോകുന്നു. ഈ ഒരു പ്രോസസ്സാണ് എന്ത്? റിഫ്ലക്ഷൻ. ഒരു സ്മൂത്തായ സർഫേസിൽ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്ത് ഇവിടെ തട്ടി തിരിച്ചു പോകുന്ന പ്രോസസ്സാണ് റിഫ്ലക്ഷൻ. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റേ. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റേനെയാണ് എന്ത് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ദ റേ വിച്ച് ഇൻസിഡൻറ്റ് ഓൺ ദി സർഫേസ് ഇസ് കോൾഡ് ഇൻസിഡൻറ്റ് ray and is denoted by small letter I. The ray which is reflected from the surface is called reflected ray and it is represented by small letter R. The point on the surface at which the light ray incident is called point of incident. Point of incidence. The point on the smoothly surface at which light ray incident is called point of incidence. Next topic is laws of reflection. There are two laws. First one, the angle of incidence is equal to angle of reflection. ആങ്കിൾ I ഈക്വൽ ടു ആങ്കിൾ R. ഓൾറെഡി എന്താണ് ഇൻസിഡൻറ്റ് റേ, എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞു. ദെൻ എന്താണ് ആങ്കിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ആങ്കിൾ ഓഫ് റിഫ്ലക്ഷൻ? കൺസിഡർ ദിസ് ഫിഗർ. ഇവിടെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഒരു ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സർഫേസിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി നോർമൽ. ഇതാണ് നോർമൽ. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദി നോർമൽ ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. Angle between incident ray and the normal is called angle of incidence. Then angle between reflected ray and the normal is called angle of reflection R. Angle R. Angle between reflected ray and the normal is called angle of reflection. Clear? Angle between normal and incident ray is called angle I or angle of incidence. Angle between
reflected ray and the normal is called angle of reflection, angle R. ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ്. ആംഗിൾ ഐ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. അതായത് ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും എന്നാണ് ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ലോ, ദ ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ all lie in the same plane. Second law, the incident ray, normal and reflected ray all lie in the same plane. ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഇത് തന്നെ ഇവിടെ എന്താ, ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ഇത് മൂന്നും എന്താ ഒരൊറ്റ പ്ലെയിനിലാണ്, ഒരൊറ്റ സൈഡിലാണ്. ഇതാണ് സെക്കൻഡ് ലോ ഉദ്ദേശിക്കുന്നത്. ദ ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. ഇത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കണം. ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഫസ്റ്റ് ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ, ദ ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. Next topic, spherical mirrors. There are two types of spherical mirror. First one, concave mirror. Second one, convex mirror. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇതിന് രണ്ടിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ കണ്ടാൽ മനസ്സിലാകണം ഇത് കോൺകേവ് ആണ്, കോൺവെക്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു മിറർ ശരിക്കും മനസ്സിലാക്കി വെക്കുക, മറ്റേ മിറർ എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ, നമുക്ക് ഈ കോൺകേവിൽ തന്നെ ഒരു കേവ് ഉണ്ട്. ഈ കേവ് വെച്ച് ഈ മിററിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. കേവ് എന്താണ്, ഗുഹയാണ് മീനിങ് അല്ലേ. ഗുഹ, പാറക്കെട്ടിൻ്റെ ഉള്ളിലോട്ടുള്ളതാണ് നമ്മൾ കേവ് എന്ന് വിളിക്കുന്നത്, അല്ലെ ഗുഹ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കോൺകേവ് മിറർ എന്നാൽ ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. റിഫ്ലക്റ്റിംഗ് സർഫേസ് കേർവ്ഡ് ഇൻവേർഡ് ആയിരിക്കും, ഇൻവേർഡായിട്ട് കേർവ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും കോൺകേവ് മിറർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിറർ എങ്ങനെയായിരിക്കും, ഔട്ട്സൈഡിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും കോൺവെക്സ് മിറർ. കോൺകേവ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉള്ളിലോട്ട് കുഴിഞ്ഞ രീതിയിലായിരിക്കും. അതിൻ്റെ നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസിനെയാണ് കേട്ടോ ഈ ഒരു ഡോട്ടഡ് ലൈൻസിൽ കാണിച്ച ഈ ഒരു ഭാഗം നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസാണ്. ഇതിൽ കോൺകേവിൽ ഈ ഉള്ളിലോട്ട് കുഴിഞ്ഞ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. കോൺവെക്സിൻ്റെ കേസിൽ പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് ഏരിയ. ഉള്ളിലുള്ള ഭാഗം എന്താണ്, നോൺ റിഫ്ലക്റ്റിംഗ് സർഫേസാണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Then, before we move further on spherical mirrors, we need to understand some terms. കുറച്ച് ടേംസ് മനസ്സിലാക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ആ ടേംസിൽ ഫസ്റ്റ് ടേമാണ് പോൾ. ദെൻ വാട്ട് ഇസ് പോൾ? The center of reflecting surface of a spherical mirror is a point. It's called pole. The center of reflecting surface of a spherical mirror is a point called pole. Spherical mirrorന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ സെൻറ്റർ ഒരു പോയിൻ്റ് ആണ്. ആ പോയിൻറ്റിനെയാണ് പോൾ എന്ന് വിളിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ സെൻറ്റർ ഒരു പോയിൻ്റ് ആണ്. ആ പോയിൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, പോൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ പി. ക്യാപിറ്റൽ ലെറ്റർ പി ആണ് പോളിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ സെൻറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഇസ് എ പോയിൻറ്റ് കോൾഡ് പോൾ. ഓക്കെ, വൈ വി കോൾ സ്പെറിക്കൽ മിറേഴ്സ്? എന്താണ് നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് ദിസ് മിറേഴ്സ് ഫോംസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ.
ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. ഈ മിറേഴ്സിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്ഫിയർ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് എ സെൻറ്റർ അല്ലേ. സ്ഫിയറിന് എന്തുണ്ടാകാം? ഒരു സെൻറ്റർ ഉണ്ടാകാം. ദെൻ ദാറ്റ് സെൻറ്റർ ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ and it denoted by letter C. The center of sphere is called center of curvature and it's denoted by letter C. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്പെറിക്കൽ മിററുമായിട്ട് ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബന്ധമില്ല. ഇത് ഏതിൻ്റെ സെൻറ്ററാണ്? ആ സ്പെറിക്കൽ മിറർ പാർട്ടാവുന്ന സ്ഫിയറിൻ്റെ സെൻറ്ററാണ്. അല്ലാതെ ഇപ്പോൾ പോൾ എന്ന് പറയുന്നത് നമ്മളുടെ മിററിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ്. അതുപോലെ ഒരു പോയിൻ്റ് അല്ല സി എന്നുള്ളത്. സി ആ സ്ഫിയറിൻ്റെ സെൻറ്റർ മാത്രമാണ്. അല്ലാതെ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ടെങ്കിൽ അതിനൊരു റേഡിയസും ഉണ്ടാകാം. ദെൻ റേഡിയസ് ഓഫ് സ്ഫിയർ ഇസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ സെൻറ്റർ പോയിന്റ് സിയെയും പോൾ പിന്നെയുമാണ് എന്ത് കണക്ട് ചെയ്യുന്നത്? ഈ റേഡിയസ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? സി പി ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ പോൾ, അങ്ങനെയും നമുക്ക് എന്തിനെ ഡിഫൈൻ ചെയ്യാം? റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഡിഫൈൻ ചെയ്യാം. സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദി പോൾ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വെൻ വി ഡ്രോ എ ലൈൻ perpendicular to the pole and connecting center of curvature and the pole is called principal axis. പോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോളിനെയും സെൻറ്ററിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദി പോൾ ആൻഡ് വിച്ച് കണക്ട് സെൻറ്റർ ആൻഡ് ദി പോൾ ഇസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് സെൻറ്ററിനെയും പോളിനെയും കണക്ട് ചെയ്ത് പോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. കോൺകേവ് മിറർ ഒരു കൺവേർജിങ് മിററാണ്. എന്താണ് കൺവേർജിങ്? കൺവേർജിങ് മീൻസ് റേസ് മീറ്റ് എ പോയിൻറ്റ്. ഒരു പോയിന്റിൽ എല്ലാ റേസും മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർജിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കൺവേർജിങ് മിറേഴ്സ്? റേസിനെയൊക്കെ ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ഏതിന് കഴിവുണ്ട്? കോൺകേവ് മിററിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൺവേർജിങ് മിറർ എന്ന് വിളിക്കുന്നത്. ദെൻ കോൺവെക്സ് മിറർ ഒരു ഡൈവേർജിങ് മിററാണ്. എന്താണ് ഡൈവേർജിങ്? റേസ് ഗോസ് ഇൻ ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻ, അതിനെയാണ് ഡൈവേർജിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൈവേർജിങ് മിറർ എന്തായിരിക്കും? എല്ലാ റേസും പല ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന മിറേഴ്സാണ് കോൺവെക്സ് മിറേഴ്സ്. അതുകൊണ്ടാണ് അതിനെ ഡൈവേർജിങ് മിറർ എന്ന് വിളിക്കുന്നത്. കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ കോൺകേവ് മിററിൻ്റെ മുന്നിലായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ കോൺവെക്സ് മിററിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ ബിഹൈൻഡ് ദി മിറർ ആയിരിക്കും, മിററിൻ്റെ ബാക്ക് വശത്താണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്താൽ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ലൈറ്റ് റേസ് വരുന്നുണ്ട്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സോഴ്സാണ്. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ലൈറ്റ് റേസ് വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം 2 ലൈറ്റ് റേസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ തട്ടി ഇതിന് എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ സംഭവിക്കും അല്ലേ? ഇതൊരു കൺവേർജിങ് മിററാണെന്ന് പറഞ്ഞു. അതായത് റേസ് ഒക്കെ ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കും. അതായത് ആഫ്റ്റർ റിഫ്ലക്ഷൻ
റേസ് എല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു പോയിന്റ് നമുക്ക് എവിടെ കിട്ടും? പ്രിൻസിപ്പൽ ആക്സിസിൽ കിട്ടും. ലൈറ്റ് റേസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് എവിടെ കിട്ടും? പ്രിൻസിപ്പൽ ആക്സിസിൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ്, ക്യാപിറ്റൽ F ആണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത് ഈ പോയിന്റിനെയാണ്. പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. കൺസിഡർ അനദർ ഫിഗർ. ഇവിടെയും ഒബ്ജക്റ്റ് ലൈറ്റ് സോഴ്സ് ഇൻഫിനിറ്റിയിൽ വെച്ചിട്ടുണ്ട്. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് റേസ് കോൺവെക്സ് മിററിൻ്റെ റിഫ്ലാക്റ്റിംഗ് സർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസിഡൻറ്റ് ചെയ്ത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് എന്ത് ചെയ്തു പോകും? ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡൈവേർജിങ് മിറർ അല്ലേ. ദെൻ ഇതിനെ ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേങ്കിൽ നമ്മൾ അതിനെ എസ്യൂം ചെയ്യും ഇതൊരു പോയിന്റിൽ നിന്നാണ് ഈ റേസ് ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ഒരു പോയിന്റിൽ നിന്ന് ഈ റേസ് ഡൈവേർജ് ചെയ്ത് പോവുകയാണെന്ന് നമ്മൾ എസ്യൂം ചെയ്യും. ആ പോയിന്റ് എവിടെ ഉണ്ടാവുക? പ്രിൻസിപ്പൽ ആക്സിസിലാണ് ഉണ്ടാവുക. ദെൻ ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ. ഇതിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നത്. Then distance between principal focus and the pole is called focal length. സ്മോൾ ലെറ്റർ F ആണ് ഫോക്കൽ ലെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദി പോൾ ഇസ് കോൾഡ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദി പോൾ. സ്പെറിക്കൽ മിറേഴ്സിൻ്റെ 6 ടേംസിനെ കുറിച്ച് പഠിച്ചു. പോൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ക്ലാസ്സിൽ കാണാം.